റമദാൻ വിട പറയുകയാണ്. റമദാനിനോട് സലാം ചൊല്ലുകയാണ്. കടന്നു വരുമ്പോഴൊരു സലാം, തിരിച്ചു പോകുമ്പോൾ മറ്റൊരു സലാമും. വിടപറച്ചിലിൻ്റെ സലാം ഖാലു സലാമ, ഞാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ ഉള്ളൊരു സലാമാണത്. വിടപറച്ചിൽ എപ്പോഴും ദുഃഖത്തിൻ്റെ ഒരു രംഗമാണ് നമ്മുടെ മുന്നിൽ കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ റമദാൻ പിരിഞ്ഞു പോകുമ്പോൾ നമുക്ക് ദുഃഖം ഉണ്ടോ? റമദാൻ വന്നതിൽ സന്തോഷമുണ്ടായിരുന്നോ? റമദാൻ വന്നതിൽ സന്തോഷമുണ്ടായിട്ടുണ്ട് എങ്കിൽ മാത്രമാണ് പോകുമ്പോൾ ദുഃഖം ഉണ്ടാകുന്നത്. നമ്മുടെ മനസ്സിനോടാണ് നാം ചോദിക്കേണ്ടത്. ആ വിട പറച്ചിൽ, ആ വിഷാദ പ്രകടനം, അത് യാഥാർത്ഥ്യമാണോ? എൻ്റെ മനസ്സിൽ അത് വന്നിട്ടുണ്ടോ എന്നാണ്. ഇനിയും മണിക്കൂറുകൾ ബാക്കിയുണ്ട്. വർഷങ്ങളേറെ കഴിഞ്ഞു. ഇനി റമദാൻ നമ്മിൽ വരുമോ എന്നറിയില്ല. ഖിയാമത്ത് നാളിനെ മനുഷ്യൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം. ഖുത്ബുൽ അഖ്താബ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് പഠിപ്പിക്കുന്നു, ഖിയാമത്ത് നാളിനെ കാണണം. ഖിയാമത്ത് നാൾ അൽ ഖിയാമത്തുൽ ആമ്മ വൽ ഖിയാമത്തുൽ ഖാസ്സ. ജനറൽ ഖിയാമത്ത് നാളിനെയും പ്രതീക്ഷിക്കണം, സ്പെസിഫിക് ഖിയാമത്ത് നാളിനെയും പ്രതീക്ഷിക്കണം. ഒരു പൊതുവായ ഖിയാമത്ത് നാൾ വരാനുണ്ട്. അന്ന് ഈ ലോകമൊട്ടാകെ നശിക്കും. എന്നാൽ നിനക്കൊരു സ്പെഷ്യൽ ഖിയാമത്ത് വരാനുണ്ട്. അത് നിന്റെ മരണം ആണ്. എൻ്റെ മരണം എപ്പോഴും വരും എന്ന ഒരു ബോധം മനുഷ്യനുണ്ടാകുകയും മരണശേഷം വരാനിരിക്കുന്നത് രക്ഷയുടെയും ശിക്ഷയുടെയും ലോകമാണ്. അവിടെ സ്വർഗവും നരകവുമാണ്. അവിടെ ശിക്ഷിക്കപ്പെടാതിരിക്കണം. ആ ശിക്ഷകൾ കഠോരമാണ്, അസഹ്യമാണ്. ഈ ചിന്ത മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുമ്പോഴാണ് മനുഷ്യൻ്റെ ജീവിതം നന്നാകുന്നത്. അതുകൊണ്ട് തന്നെ നിസ്കരിക്കുമ്പോൾ സ്വല്ലു സ്വലാത്ത മുവദ്ദിഅ, ഇമാമ് പറയും, സ്വല്ലു സ്വലാത്ത മുവദ്ദിഅ, വിടപറച്ചിലുകാരൻ്റെ നിസ്കാരം നിസ്കരിക്കുക. ഇന്നത്തത് എൻ്റെ അവസാനത്തെ നിസ്കാരമാണ് എന്ന് പ്രതീക്ഷയിലാകണം നിസ്കരിക്കുന്നത്. ഇത് ഇപ്പം ഇങ്ങനെ അങ്ങോട്ട് കഴിയട്ടെ, അടുത്ത നിസ്കാരം ഇൻഷാ അല്ലാഹ് നല്ല ഖുശൂഓടുകൂടിയും ഉഷാറായും നിസ്കരിക്കണം എന്നൊരു മനുഷ്യന് ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെ ചിന്തിക്കുന്ന പക്ഷം ഒറ്റ നിസ്കാരവും കാമിലാകുന്നില്ല. അടുത്തതിലേക്ക് നീട്ടിവെച്ചുകൊണ്ടേയിരിക്കും. അപ്പം ഈ നിസ്കാരം അവസാനത്തെ നിസ്കാരമാകാം. ഇന്നത്തെ നോമ്പ് അവസാന നോമ്പാകാം. അതുകൊണ്ട് ഈ നോമ്പ് വളരെ പെർഫെക്റ്റ് ആകണം എന്ന് ചിന്തിക്കണം ഓരോ ദിവസവും. നാളത്തെ നോമ്പ് എനിക്ക് കിട്ടുമോ എന്നറിയില്ല. ഓരോ ഇബാദത്ത് ചെയ്യുമ്പോഴും ഓരോ ദിവസവും ഓരോ സന്ദർഭത്തിലും മനുഷ്യൻ വിദാഇൻ്റെ ചിന്ത അവൻ്റെ മനസ്സിൽ ഉണ്ടാകണം എന്ന്. ഇനി ഈ റമദാൻ കഴിഞ്ഞു, തൽക്കാലം സലാം ചൊല്ലുകയാണ്, ഇൻഷാ അല്ലാഹ് 11 മാസം കഴിയുമ്പോൾ അടുത്ത റമദാൻ വീണ്ടും സ്വീകരിക്കാം എന്നല്ല. അതിന് നിനക്ക് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. അപ്പോൾ ഓരോ ദിവസവും വിദാഇനെ, ഓരോ അമലും വിദാഇൻ്റെ അമലായി കാണുക. അങ്ങനെയാകുമ്പോൾ മനുഷ്യൻ്റെ ഓരോ അമലും നന്നാകും. അതെവിടെയാണ് സംഭവിക്കുക? കുറ്റം ചുമത്തപ്പെട്ട ആൾക്ക്, കൊലപാതകം നിശ്ചയിക്കപ്പെട്ട് ഇത്രാം തീയതി തൂക്കിക്കൊല്ലും, ഇത്രാം തീയതി തൂക്കിലേറ്റും എന്നറിഞ്ഞാൽ അന്ന് മരിക്കും എന്നുറപ്പുണ്ടോ? നിയമം മാറിയേക്കാം, ഭരണം മാറി വന്നേക്കാം, ഭരണാധികാരികളുടെ മനസ്സിൽ ആശയം മാറി രൂപപ്പെട്ടേക്കാം. എങ്കിലും 99% 99 എത്ര ശതമാനവും അത് നടക്കും എന്നുറപ്പാണ്. ആദത്ത് കൊണ്ട് കൊലപാതകം നിശ്ചയിക്കപ്പെട്ടു, ഇത്രാം തീയതി തൂക്കിലേറ്റും, അതുറപ്പാണ്.
ആ മനുഷ്യന് ഞാൻ പിരിയുകയാണ് എന്നൊരു ബോധം ഉണ്ടാകും. എന്താണ് അയാൾക്ക് അങ്ങനെ ഒരു ബോധം ഉണ്ടാകാൻ കാരണം? കാരണം മരണം മുന്നിൽ കണ്ടു, നിശ്ചയിച്ചു കഴിഞ്ഞു. നമുക്ക് എന്നാണ് മരണം വരിക? ആക്സിഡന്റ് പറ്റിയിട്ടോ, രോഗാണുക്കൾ ആക്രമിച്ച് കീഴടക്കി രോഗത്തിൽ അകപ്പെട്ടോ, വാർദ്ധക്യം ഏറെയായി, അങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന മരണകാര്യങ്ങളെ അതിൽ നിന്നെല്ലാം ഞാൻ സൂക്ഷിച്ചാണ് നടപ്പ്. അതുകൊണ്ട് എന്തായാലും ഒരു 20 years ബാക്കിയുണ്ട്, 30 years ബാക്കിയുണ്ട് എന്ന കണക്കൊരു മനുഷ്യൻ കൂട്ടുന്ന പക്ഷം അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മടക്കയാത്രയെക്കുറിച്ചുള്ള ഒരാശങ്ക അവനിൽ വരില്ലെന്ന്. അപ്പം അത് വരണമെങ്കിൽ എല്ലാ ദിവസവും വദാ ആണ്, എല്ലാ സന്ദർഭത്തിലും വദാ ആണ് എന്ന ഒരു ചിന്ത. വിട എന്ന മലയാള വാക്ക് തന്നെ വിദാ എന്ന അറബിയിൽ നിന്നാണ് വന്നത്. വിദ. ആ വിദ ചെയ്യുന്ന സമയത്ത് ഇനി വരാനുള്ളൊരു ലോകം, ആ ലോകത്തേക്ക് സംഭരിക്കാനുള്ള ഒരു സംരംഭകത്വ സീസണായി, സംരംഭകത്വത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സമാഹരണത്തിൻ്റെ ഒരു കൊയ്ത്തുകാലമായി അല്ലാഹു തആല തന്നതാണ് വിശുദ്ധ റമദാൻ. അൽഹംദുലില്ലാ, ആ റമദാനിൽ എനിക്ക് ആസ്വദിക്കാൻ സാധിച്ചു. അതാണ് ഖുതുബയിൽ ഇന്ന് ചോദിച്ചിട്ടുള്ളത്. ഈ റമദാനിൽ നീ വേണ്ടത്ര സൂക്ഷ്മതയോടുകൂടി നോമ്പനുഷ്ഠിച്ചുവോ? നീ വേണ്ടത്ര ശ്രദ്ധയോടുകൂടി നിസ്കാരം നിർവഹിച്ചുവോ? നീ തറാവീഹുകളെല്ലാം നിസ്കരിച്ചിട്ടുണ്ടോ? സുന്നത്തുകൾ എടുത്തിട്ടുണ്ടോ? റമദാനിനോടനുബന്ധിച്ച് നിനക്ക് ചെയ്യാമായിരുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ അത് നീ ചെയ്തിട്ടുണ്ടോ? റമദാനിൽ ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ പ്രോത്സാഹനം നൽകപ്പെട്ടിട്ടുണ്ട്. നീ എത്രമാത്രം ആ വിഷയത്തിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്? ഇത് ഓരോരുത്തരുടെയും നഫ്സിനോട് ചോദിക്കുകയാണ് വിടായുടെ സമയത്ത് മനുഷ്യൻ ചെയ്യേണ്ടത്. ദാനം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സിൽ രൂപപ്പെടുന്ന ഒരു മനോഭാവമാണത്. കയ്യിലുള്ളതെല്ലാം കൊടുക്കുക എന്നതാണ് ദാനശീലം എന്ന് പറയുന്നത്. കയ്യിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അതിൽ നിന്നൊരൽപ്പം എടുത്തു കൊടുക്കുക എന്നത് ദാനശീലം അല്ല. കയ്യിൽ കൊടുക്കാൻ ഒന്നുമില്ല എങ്കിൽ കൊടുക്കാൻ വേണ്ടി സമാഹരിക്കണം, കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കണം എന്ന് ചിന്തിക്കുന്നൊരു ചിന്തയാണ് ദാനശീലം. മൾട്ടി മില്യനുകൾ കയ്യിലുള്ളപ്പോൾ 10 ലക്ഷം രൂപ സംഭാവന ചെയ്തു എന്നത് ഒരിക്കലും ഒരു ദാനശീലത്തിൻ്റെ അടയാളമേ അല്ല. മനുഷ്യനുണ്ടായിത്തീരുന്ന അവൻ്റെ സമ്പത്തിനോടുള്ള സ്നേഹം, സമ്പത്തിനോടുള്ള ആഭിമുഖ്യം, കൂട്ടിവെക്കാനുള്ള ഒരു ചിന്ത, അത് കുറഞ്ഞു പോകരുത് എന്ന ആലോചന, അതാണ് മനുഷ്യൻ്റെ ലുബ്ധത, പിശുക്ക്. ഏറ്റവും വലിയ കുറ്റമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചിട്ടുള്ളതും ഇസ്ലാം വളരെ കുറ്റകരമായി കാണുന്ന ഒരു സ്വഭാവമാണ് പിശുക്ക്, ലുബ്ധത എന്ന് പറയുന്നത്. മനുഷ്യനൊരിക്കലും പിശുക്കനാകാൻ പാടില്ല, ധാരാളിത്വം പാടില്ല, വലിച്ചെറിയാൻ പാടില്ല, സമ്പത്ത് അനാവശ്യമായി ചെലവഴിക്കാൻ പാടില്ല, മിതമായേ ചെലവഴിക്കാവൂ. ദാനം ഒരിക്കലും ആ ചെലവിൻ്റെ ഇനത്തിൽ പെടുന്നതല്ല. ധാരാളിത്വം പാടില്ല എന്ന് പറയുന്നത് നിന്റെ ഭക്ഷണത്തിലും വസ്ത്രത്തിലും സഞ്ചാരത്തിലും നിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുള്ള ചെലവാണ് ധാരാളിത്വം പാടില്ല എന്ന് പറയുന്നത്. സംഭാവന ചെയ്യുന്നതിൽ ധാരാളിത്വം പാടില്ല എന്ന് ഇസ്ലാം ഒരിക്കലും പറഞ്ഞിട്ടില്ല. ദാനം നിനക്ക് എത്രയും ചെയ്യാം. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ കയ്യിലുള്ളത് മുഴുവനും ഇസ്ലാമിന് സംഭാവന ചെയ്തു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വത്തിൻ്റെ 2/3 ഭാഗവും സംഭാവന ചെയ്തു. അപ്പോൾ സംഭാവനയുടെ വിഷയത്തിൽ ഏറ്റവും മുന്നിൽ എത്തുന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്നെയാണ് ഒന്നാമത്തെ ഖലീഫയാകേണ്ടത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഉയർന്ന ആൾ ആരാണ്? അത് രണ്ടാമതായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആളാണ് എന്നാണ് എല്ലാവരും മനസ്സിലാക്കുക. അത് രണ്ടാമനാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു അടയാളമാണ്. അപ്പോൾ ആ അടയാളങ്ങൾ നബി തങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴായി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. സുബ്ഹി ജമാഅത്തിന് ശേഷം നബി തങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് ഒരു ദിവസം ചോദിക്കുന്നു, ആരാണ് ഇന്ന് സ്വതക്ക ചെയ്തത്? സുബ്ഹിക്ക് പള്ളിയിലേക്ക് വരുമ്പോൾ ആരാണ് സ്വതക്ക ചെയ്തിട്ട് വരിക? അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന്ന് പള്ളിയിലേക്ക് വരുമ്പോൾ തന്നെ വഴിയിൽ നിന്നൊരു സ്വതക്ക കൊടുത്തിട്ടാണ് വരുന്നത്. ആ കാര്യം മറ്റുള്ളവരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കുക തന്നെയാണ് നബി തങ്ങളുടെ ലക്ഷ്യവും. നബി തങ്ങളുടെ കൂടെ ആരുമില്ലാതെ ഒറ്റപ്പെട്ട ഒരു സന്ദർഭത്തിൽ സഹായിയായി നിൽക്കുന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണല്ലോ, സൗർ ഗുഹയിൽ. അങ്ങനെ പല സ്ഥലത്തും. അത് പിന്നീട് ഒന്നാം ഖലീഫയാകേണ്ടത് ആരാണ് എന്നൊരു തർക്കത്തിന് യഥാർത്ഥത്തിൽ ഇവിടെ യാതൊരു സാധ്യതയും ഇല്ല. രാഷ്ട്രീയപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി പടച്ചുണ്ടാക്കിയ ഒരു ആശയം മാത്രമാണ് അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു ഖലീഫയാകേണ്ടിയിരുന്നത് എന്ന്. ആവണമെങ്കിൽ ആകട്ടെ, അത് കഴിഞ്ഞുവല്ലോ. 1300 ചില്ലാനം 1400 വർഷം ആയല്ലോ. 1400 വർഷം മുമ്പ് ആരായിരുന്നു ഖലീഫയാകേണ്ടിയിരുന്നത് എന്ന് ഇന്ന് തർക്കിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ആയിരുന്നെങ്കിൽ അങ്ങനെയാവട്ടെ, അത് കഴിഞ്ഞു. അവിടെ മനുഷ്യന് ഖിയാമത്ത് നാളിനെ കുറിച്ചുള്ള ബോധവും അള്ളാഹുവിൻ്റെ തഖ്ദീറിലുള്ള വിശ്വാസവും, അള്ളാഹുവിൻ്റെ തീരുമാനം എന്താണോ അതിൽ പൂർണ്ണമായും തൃപ്തിപ്പെടുക എന്നത് ഈമാനിൻ്റെ കമാലിയത്താണ്. അങ്ങനെ തന്നെയാണ് വേണ്ടത് എന്ന് വിശ്വസിക്കൽ ഈമാനിൻ്റെ ഭാഗമാണത്. അള്ളാഹു ഉദ്ദേശിച്ച കാര്യങ്ങൾ മാത്രമേ നടക്കുകയുള്ളൂ. അവൻ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും നീതിയാണ്. ആ നീതിയുടെ അർത്ഥമെന്തെന്ന് മനസ്സിലാക്കാൻ ഒരുപക്ഷെ നിനക്ക് ഇപ്പോൾ സാധിച്ചു കൊള്ളണം എന്നില്ല, നാളെ സാധിച്ചേക്കാം. അള്ളാഹു ചെയ്യുന്നതിൽ മനുഷ്യന് രക്ഷയായും ശിക്ഷയായും ഉണ്ടാകും. മനുഷ്യന് ഗുണമായതും മനുഷ്യന് പരീക്ഷണമായിട്ടുള്ളതും അല്ലാഹു തആല അവൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളായി നൽകും. ഷെയ്ഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി തങ്ങൾ തന്നെ പറയുന്നു, ഒരു മനുഷ്യൻ ഒരടിമയെ വാങ്ങിയിട്ട്, സ്വാലിഹായൊരു മനുഷ്യൻ, അടിമക്കച്ചവടം ഉണ്ടായിരുന്ന കാലത്ത്, ഇന്ന് നമ്മൾ തൊഴിലാളികളെ അപ്പോയിന്റ് ചെയ്യുന്നു, കൂലിക്ക് ആളെ വിളിക്കുന്നു, തെങ്ങ് തുറക്കാനും വളമിടാനും പശുവിനെ കറക്കാനും ആടിനെ പോറ്റാനും അങ്ങനെ പല ആവശ്യങ്ങൾക്കായി മുതലാളി മാനേജറെ പോസ്റ്റ് ചെയ്യുന്നു, മാനേജർ അക്കൗണ്ടൻറ്റിനെ പോസ്റ്റ് ചെയ്യുന്നു, അക്കൗണ്ടൻറ്റ് ക്ലർക്കിനെ പോസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അടിച്ചു വാരാനും ഉടച്ചു വാർക്കാനും എല്ലാം ഇവിടെ മനുഷ്യൻ നിയമിക്കുകയും മനുഷ്യനെ നിയമിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതുതന്നെയാണ് അടിമത്വം എന്ന് പറയുന്നത്, അടിമത്വ സമ്പ്രദായം. പക്ഷെ അടിമത്വ സമ്പ്രദായത്തിൽ ഒരു ലേബർ പർച്ചേസ് ആയിരുന്നു. ഇന്നും ലേബർ പർച്ചേസാണ്. ഒരു ജോലി വാങ്ങിയെടുക്കുക അല്ലെങ്കിൽ ഒരു തൊഴിലാളിയെ വാങ്ങിയെടുക്കുക എന്ന് പറയുന്ന പ്രക്രിയ, അതുതന്നെയാണ് അടിമത്വ സമ്പ്രദായം എന്ന് പറയുന്നത്. പക്ഷേ ആ അടിമത്വ സമ്പ്രദായത്തിൻ്റെ കുറച്ചുകൂടെ കടന്ന ഒരു സിസ്റ്റമായിരുന്നു പഴയ കാലത്തുണ്ടായിരുന്നത്. ഒരാളെ വില കൊടുത്ത് വാങ്ങിയാൽ നമ്മളൊരു പശുവിനെ വാങ്ങിയതുപോലെ അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങിയതുപോലെ ഓണർഷിപ്പ് ഫീൽ ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇന്ന് ആ ഓണർഷിപ്പ് എന്ന് പറയുന്ന ഒരു രീതി ഇല്ല എന്ന് മാത്രം. യഥാർത്ഥത്തിൽ മനുഷ്യനെ വാങ്ങിയാൽ അവൻ അടിമയാകുന്നില്ല. പൂർണ്ണാർത്ഥത്തിൽ അടിമയാകുന്നത് അള്ളാഹുവിൻ്റെ മുന്നിൽ മാത്രമാണ്. ആ അർത്ഥത്തിൽ നമ്മളെല്ലാവരും അടിമയാണ്. ആ അടിമത്വമാണ് ഏറ്റവും വലിയ അടിമത്വം എന്ന് പറയുന്നത്. ആ അടിമത്വം അംഗീകരിച്ചുകൊണ്ടാണ് അബ്ദ് എന്ന് നാം പറയുന്നത്. അബ്ദ് എന്ന് പറയുന്നത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടവും ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അടിമയാണ് എന്ന് വിളിക്കപ്പെടുന്നതിനാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദനാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക എന്ന സ്വലാത്തതാണ്. അബ്ദിക വറസൂലിക, നിന്റെ അടിമയും നിന്റെ ദൂതനും ആയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അബ്ദിക വറസൂലിക എന്ന് പറയുമ്പോൾ
അള്ളാഹുവിന് കൊടുക്കുന്ന വലിയൊരു അംഗീകാരവും റസൂലിക എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കുന്ന വലിയൊരു അംഗീകാരവുമാണ്. അള്ളാഹുവിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഓരോന്നിൻ്റെയും അർത്ഥത്തിൽ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന സ്വലാത്താണ് അബ്ദിക റസൂലിക എന്ന് പറയുമ്പോഴുള്ളത്. ആ അടിമത്വം, മനുഷ്യൻ അള്ളാഹുവിൻ്റെ അടിമയാണ്. എന്നാൽ നേരത്തെ മനുഷ്യനെ വില കൊടുത്തു വാങ്ങുന്ന ഒരു കാലത്ത് ഒരാൾ ഒരു അടിമയെ വാങ്ങുന്നു. അദ്ദേഹത്തോട് ചോദിക്കുന്നു, നിനക്ക് എന്താണ് ഭക്ഷണം വേണ്ടത്? അടിമ പല നാട്ടുകാരനും ആകാം, അഭിരുചി വ്യത്യാസമുണ്ടാകാം. അപ്പം എന്താണ് ഫുഡ് വേണ്ടത്? മുതലാളി ചോദിക്കുകയാണ്. മാ തുത്ഇമുനി, നിങ്ങളെന്താണോ എനിക്ക് ഭക്ഷിപ്പിക്കുന്നത് അത് തന്നെ. എന്തു വസ്ത്രമാണ് നിനക്ക് വേണ്ടത്? മാ തുൽബിസുനി, നിങ്ങളെന്താണോ എനിക്ക് ധരിപ്പിക്കുന്നത് ആ വസ്ത്രമാണ് എനിക്ക് വേണ്ടത്. ഐന തുരീദു അൻ തഖഉദ ഫീ ബൈതി, നിനക്കേത് റൂമാണ് വേണ്ടത്? താമസിക്കാൻ എവിടെയാണ് നീ ഇഷ്ടപ്പെടുന്നത്? താങ്കൾ എവിടെയാണോ എന്നെ കിടത്തുന്നത് അവിടെ ഞാൻ കിടക്കും. ജോലി നിനക്ക് ഏതാണ് ഇഷ്ടം? ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് നിനക്ക് ജോലി വേണ്ടത്? നിങ്ങൾ എവിടെയാണോ എന്നെ പോസ്റ്റ് ചെയ്യുന്നത് അതാണ് ഞാൻ ചെയ്യുക. അല്ലാഹ്, അദ്ദേഹത്തെ വിലക്കൊടുത്തു വാങ്ങിയ മുതലാളി, യജമാനൻ പറയുന്നു, മനുഷ്യ, ഞാൻ നിന്നെപ്പോലെ, നീ എന്നോട് കാണിക്കുന്ന ഈ ഒരു രീതി പോലെ എൻ്റെ യജമാനനായ റബ്ബിനോട് ഞാൻ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എൻ്റെ യജമാനൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ എനിക്കിഷ്ടപ്പെടാൻ സാധിച്ചാൽ എത്ര നന്നായിരുന്നു. അതുകൊണ്ട് നിന്നെ ഞാൻ സ്വതന്ത്രനാക്കിയിരിക്കുന്നു, പക്ഷെ നീ വിട്ടുപോകാൻ പാടില്ല. നീ ഇവിടെ തന്നെ നിൽക്കണം. നിനക്ക് ഖിദ്മത്ത് ചെയ്യാൻ എനിക്കൊരു അവസരം തരണം. അപ്പൊ യജമാനൻ്റെ ആഗ്രഹം, യജമാനൻ്റെ ഇഷ്ടം എന്താണോ അതാണ് എൻ്റെയും ഇഷ്ടം. അതാണ് മനുഷ്യൻ മനുഷ്യനായി തീരുന്നത്. വല്ലാത്ത ചൂട്, അതാണ് യജമാനൻ്റെ ഇഷ്ടം. അപ്പം അൽഹംദുലില്ലാഹ്, ചൂട് നല്ല സുഖമുണ്ട് എന്ന് പറയണം. വല്ലാത്ത മഴയും തണുപ്പും, അപ്പോഴും അൽഹംദുലില്ലാഹ്, എന്തൊരാശ്ചര്യമുള്ള കൗതുകമുള്ള തണുപ്പാണ് എന്ന് പറയണം. ജീവിതത്തിൽ പരാതി ഉണ്ടാകാതിരിക്കുക എന്നതാണ് അള്ളാഹുവിൻ്റെ ഖളായിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. ഖളായിലുള്ള വിശ്വാസമാണ് ഒരു മനുഷ്യൻ്റെ ഈമാൻ കൂട്ടുന്നതും കുറക്കുന്നതും. പരാതികൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക, യാചിച്ചുകൊണ്ടേയിരിക്കുന്ന മനുഷ്യന്മാർ ഇങ്ങനെ കൈ നീട്ടിക്കൊണ്ടേയിരിക്കും. 5 റുപ്യ തരുമോ, 100 റുപ്യ തരുമോ? ആവശ്യക്കാർക്ക് കൊടുക്കണം. അമ്മസ്സായില ഫലാ തൻഹർ, ചോദിക്കുന്നവന് ഒരിക്കലും തട്ടിക്കളയരുത്, കൊടുക്കണം. അതേസമയം ചോദിച്ചു കൊണ്ടിരിക്കരുത്. പണം കൂട്ടാൻ വേണ്ടി ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യർ, അവർ ആഖിറത്തിൽ ചെല്ലുമ്പോൾ അവരുടെ മുഖത്ത് ഇറച്ചിയുടെ ഒരംശം പോലും ഉണ്ടാവുകയില്ല. കണ്ടറിഞ്ഞ് ആളുകളെ സഹായിക്കുകയാണ് വേണ്ടത്. നല്ല കുപ്പായമിട്ട്, നല്ല ഇസ്തിരിയിട്ട്, വളരെ ഉഷാറായി, കണ്ടാൽ പ്രതാപിയാണെന്ന് തോന്നുന്ന മനുഷ്യൻ യഥാർത്ഥത്തിൽ ഉള്ള് പൊള്ളയായിരിക്കും. പണ്ട് ഗൾഫിലായിരുന്നു, വീട് വലിയതാണ്, ഇപ്പോൾ പെയിൻ്റ് അടിക്കാൻ കാശില്ല, അടിച്ചു വാരാൻ കഴിയുന്നില്ല, വിളക്ക് കത്തിക്കാൻ പോലും വളരെ പ്രയാസമാണ്. അങ്ങനെ ജീവിക്കുന്ന മനുഷ്യരുണ്ടാകും. പക്ഷേ അവരന്തസ്സായി ആളുകളുടെ മുന്നിൽ നന്നായി നിവർന്നുകൊണ്ട് ജീവിക്കും. അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് സഹായം എത്തിച്ചു കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ദാനം ചെയ്യുന്നവൻ ചെയ്യുന്ന ഏറ്റവും പുണ്യകർമ്മം എന്ന് പറയുന്നത്. ചോദിച്ചു വരുന്നവർക്ക് കൊടുക്കുകയല്ല, ചോദിച്ചു വരുന്നവർക്ക് കൊടുക്കാതിരിക്കാനും പറ്റില്ല. ചോദിച്ചു വരുന്നവർക്ക് കൊടുക്കുക എന്നതല്ല, മറിച്ച് കണ്ടറിഞ്ഞും അന്വേഷിച്ചും ആളുകൾക്ക് സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നതാണ്. അപ്പം അല്ലാഹു തആല എന്താണോ എനിക്ക് വെച്ചിട്ടുള്ളത് അത് മുഴുവനും തൃപ്തിപ്പെടുക,
പരാതിയില്ലാതിരിക്കും. ഒരു വിഷയത്തിലും പരാതിയില്ല. ഭക്ഷണം എന്ത് കിട്ടിയാലും കഴിക്കും. മന്തി കിട്ടിയാലും ബിരിയാണി കിട്ടിയാലും ഒരു പരാതിയുമില്ല. ഇത് കൊഴുപ്പാണല്ലോ എന്ന പരാതിയില്ല. പരിപ്പും ഉണക്കറൊട്ടിയും കിട്ടിയാൽ അപ്പോഴും പരാതിയില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭക്ഷണം കൊടുത്താൽ ഇദാ അഹബ്ബഹു അക്കൽ, ഇഷ്ടപ്പെട്ടാൽ തിന്നും, വേണ്ടെങ്കിൽ തിന്നില്ല എന്നല്ലാതെ ഇത് മോശമാണ്, ഇതെന്ത് ഫുഡാണ് എന്നൊരിക്കലും പറയില്ല. ഒരു വസ്ത്രം കൊണ്ടുവന്നാൽ ഇതെന്ത് സാധന കൊണ്ടുവന്നത്, അങ്ങനെ ഒരു വസ്തുവിനെക്കുറിച്ചും പരാതിയില്ല. അതുപോലെ അല്ലാഹു തആലയുടെ പ്രകൃതിയിലുള്ള കാലാവസ്ഥയെക്കുറിച്ച്, സാഹചര്യങ്ങളെക്കുറിച്ച് അല്ലാഹു തആല ഇവിടെ ഒരു ഗവൺമെൻറ് നിശ്ചയിച്ചാൽ അതിനെക്കുറിച്ച്, അല്ലാഹു തആല ഒരു സംവിധാനം കൊണ്ടുവന്നാൽ ആ സംവിധാനത്തെക്കുറിച്ച് ഒന്നിനെക്കുറിച്ചും പരാതിയില്ലാതെ പൂർണ്ണമായും റിളാ ചെയ്യുന്നൊരവസ്ഥ ഒരു മനുഷ്യന് കൈവന്നാൽ അവൻ അള്ളാഹുവിൻ്റെയും തൃപ്തിയിൽ പെടും. അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളുകൾ അള്ളാഹുവിനെ ഓർക്കുമ്പോൾ അവരുടെ മനസ്സിന് വല്ലാത്തൊരു ഹാപ്പിനെസ്സാണ്, വല്ലാത്തൊരു സമാധാനമാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിനെ ഓർക്കുമ്പോഴേ മനസ്സിന് സമാധാനം ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ ഒരിക്കലും മനസ്സിന് സമാധാനം വരില്ല. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഗവൺമെൻറ് മാറി വരണം അപ്പോഴേ ഞാൻ ഹാപ്പിയാകൂ എന്നൊരാൾ നിശ്ചയിച്ചാൽ 5 വർഷത്തേക്ക് അയാൾക്ക് സന്തോഷം ഇല്ല. ഈ ഓഫീസർ മാറി വേറെ ഓഫീസർ വന്നാലേ എനിക്ക് സമാധാനമുള്ളൂ എന്ന് തീരുമാനിച്ചാൽ ഇയാൾക്ക് റിട്ടയർ ആകുന്നത് വരെ നിനക്ക് സമാധാനം ഇല്ല. ഈ മാഷ് പോയിട്ട് വേറെ ആൾ വന്നാലേ എനിക്ക് സമാധാനമാകൂ എന്ന് ചിന്തിച്ചാൽ അപ്പോഴും നിനക്ക് സമാധാനം ഇല്ല. ഈ റോഡ് മാറിയിട്ട് വേറെ ഒരു റോഡ് വന്ന് എല്ലാം ഫിനിഷായി കിട്ടിയാലേ സമാധാനമുള്ളൂ എന്ന് ചിന്തിച്ചാൽ ജീവിതത്തിൽ സന്തോഷം ഇല്ല. അപ്പം ജീവിതത്തിൽ എന്തവസ്ഥയാണുള്ളത് അതിലെല്ലാം സന്തോഷിച്ച് ഹാപ്പിയായി നിൽക്കുന്ന മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഉടനീളം സന്തോഷമാകും. റമദാൻ മാസം കൊണ്ട് ആസ്വദിച്ചെടുക്കേണ്ടിയിരുന്ന കാര്യങ്ങൾ ഇവിടെ അല്ലാഹു തആല വലിയ ഒരു ശുദ്ധീകരണമാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ശുദ്ധീകരണത്തിൻ്റെ ടൈം വരുന്നു. സോ ഐ ആം വെരി ഹാപ്പി, അൽഹംദുലില്ലാഹ്. ഒരു മാസം വെള്ളം കിട്ടൂല എന്നല്ലേ യഥാർത്ഥത്തിൽ വരുമ്പോൾ പറയുന്നത്. നോമ്പ് വരുമ്പോൾ പറയുന്നത് എന്താണ്? ഇനിയൊരു മാസം നിനക്ക് പകൽ വെള്ളം കുടിക്കാൻ കിട്ടൂല, ഭക്ഷണം കിട്ടൂല, സുഖഭോഗങ്ങൾ പാടില്ല. അപ്പം മനുഷ്യൻ കഷ്ടത്തിൻ്റെ കാലമാണല്ലോ വരുന്നത് എന്നാണോ തോന്നുന്നത്? ഈമാനുള്ള മനുഷ്യൻ തോന്നുന്നത് അല്ല. അൽഹംദുലില്ലാഹ്, വെള്ളം കുടിക്കാത്ത സമയം വരുന്നു, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കണം, ഇപ്പം എന്തൊരു സുഖമാണ്. അങ്ങനൊരു പണിയേ ഇല്ല, വെരി ഹാപ്പി. അപ്പോൾ അല്ലാഹു തആല ഖൽബിനൊരു സന്തോഷം കൊടുക്കുന്നു, ശരീരത്തിന് ഗുണവും കൊടുക്കുന്നു. ഈ അടിമത്വം എന്ന് പറയുന്ന മഹത്തായൊരു സ്ഥാനം മനുഷ്യന് നൽകപ്പെട്ടിട്ടുണ്ട് എന്നത് ബോധ്യപ്പെടുത്തുകയാണ് ഈ റമളാനിലൂടെ ചെയ്തിട്ടുള്ളത്. ഭക്ഷണം മുന്നിൽ വെച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കണം. എന്തായാലും 5 മിനിറ്റെങ്കിലും ഭക്ഷണത്തിന് മുമ്പിൽ ഇരിക്കൂലേ? സമൂഹത്തുറയാണോ 15 മിനിറ്റ് ഇരിക്കും. ഹറമിലൊക്കെ ആണെങ്കിൽ 4 മണി അസർ കഴിഞ്ഞാൽ ഭക്ഷണം നിരത്താൻ തുടങ്ങും, മുന്നിൽ മഗ്രിബ് വരെ ഇരിക്കണം. എത്ര സമയം ഭക്ഷണത്തിൻ്റെ മുന്നിൽ നോമ്പുകാരൻ ഇരിക്കുന്നുവോ അത്ര കണ്ട് അവൻ്റെ ഹിമ്മത്ത് വർദ്ധിക്കും, വിൽ പവർ വർദ്ധിക്കും, എന്തിനേയും നേരിടാനുള്ള മനസ്സുണ്ടാകും. ഇപ്പം ചില ആൾക്കാർ പറയും ഷുഗറാണ്, പക്ഷെ മാങ്ങ കണ്ടാൽ അതൊരു കഷ്ണം എടുക്കാതെ ഒരു കൺട്രോൾ കിട്ടൂല. അതുപോലെ ഐസ്ക്രീം കണ്ടാലും വല്ലാത്തൊരു ഇഷ്ടം, അത് ഇപ്പോഴല്ലേ എന്ന് മാത്രം വിചാരിച്ച് കഴിച്ചു പോകും. ഇത് വിൽ പവറിൻ്റെ കുറവാണ്. അപ്പം അവിടെ ചിന്തിക്കും ഒരുപാട് കാലം കഴിച്ചാലേ, അല്ലെങ്കിൽ ഇത് കഴിച്ചിട്ട് പിന്നെ എത്ര സമയം ഇതിൻ്റെ രുചി നിൽക്കും, പോകട്ടെ എന്ന് പറയാനുള്ളൊരു വിൽ പവർ അത് നോമ്പിന് അല്ലാഹു തആല കൊടുക്കുകയാണ്. മുന്നിൽ നല്ല പൊരിച്ച കോഴിയും
പലഹാരങ്ങളും മിഠായിയും എല്ലാം നിറച്ചു വെച്ച് ഇങ്ങനെ ഇരിക്കും, അതിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കും. എന്താണ് ആ ഇരുത്തത്തിൽ നിന്റെ മനസ്സിനോട് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ബെല്ലടിക്കണം, എൻ്റെ മേലൊരാളുണ്ട്, എൻ്റെ മേൽ ഒരു കമൻ്റുണ്ട്, ആ കമൻ്റ് വരണം, അല്ലാതെ എനിക്ക് തൊടാൻ പറ്റൂല. അംഗീകരിച്ചിരിക്കുന്നു. ആ അംഗീകാരം എത്ര സമയം കൂടുതലിരിക്കുന്നു അതിനനുസരിച്ച് ആ മനസ്സിന് പ്രതിരോധ ശക്തി വർദ്ധിക്കും, ശരീരത്തിനും അതുപോലെ നല്ല സ്റ്റാമിന വർദ്ധിക്കും, എന്തിനേയും നേരിടാനുള്ള കരുത്തുണ്ടാകും. ഈ അടുത്തൊരു സ്വാമിയുടെ പ്രഭാഷണം കേട്ടു. അദ്ദേഹം പറയുന്നു, പകൽ സമയത്ത് 10 മണിക്കൂർ സമയം വെള്ളം കുടിക്കാതിരുന്നാൽ അവന് ഇമ്മ്യൂണിറ്റി ഉണ്ടാകും, ക്യാൻസർ ഉണ്ടാകില്ല. ഇമ്മ്യൂണോ തെറാപ്പി എന്നാണ്. ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറഞ്ഞാൽ ക്യാൻസറിന് ഇപ്പോൾ കൊടുക്കുന്ന ചികിത്സയാണ്. ഭക്ഷണം കഴിക്കാതിരിക്കുക, വെള്ളം കുടിക്കാതിരിക്കുക, അങ്ങനെ ചെയ്താൽ ക്യാൻസർ മാറിയ ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കും പകൽ സമയത്ത്. അതല്ലേ നോമ്പെന്ന് പറയുന്നത്. പക്ഷെ വെള്ളം മാത്രം കുടിക്കാതിരുന്നാൽ പോരാ. മുസ്ലിമിൻ്റെ നോമ്പാകുമ്പോൾ വെള്ളവും ഇല്ല, ഭക്ഷണവും ഇല്ല, ഭോഗവും ഇല്ല. അപ്പോൾ ആ സ്റ്റാമിന വർദ്ധിക്കും. അത് 20 ദിവസമല്ല, 30 ദിവസം. സ്വാമി പറഞ്ഞത് വർഷത്തിൽ 20 ദിവസം ചെയ്താൽ തന്നെ ഒരു കൊല്ലത്തേക്കുള്ള സ്റ്റാമിന കിട്ടും, ഇമ്മ്യൂണിറ്റി കിട്ടും, ക്യാൻസർ വരില്ല എന്നാണ്. അപ്പം ഇവിടെ അത് സയൻസ് പറഞ്ഞു എന്നാണ്. എങ്കിൽ ഇസ്ലാം പറയുന്നത് 30 ദിവസം പട്ടിണി കിടക്കുമ്പോൾ ഞാൻ എന്തിനും റെഡിയാണ് എന്നുള്ള മനസ്സിൽ വരുന്നൊരു കഴിവാണ്. പക്ഷേ മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ, ആ ആഗ്രഹങ്ങൾ ലഭ്യമാകുമ്പോൾ അള്ളാഹുവിന് നന്ദി പറയണം. അവിടെ അതാണ് നോമ്പ് തുറക്കാൻ സമയമായാൽ പിന്നെ പിന്തിക്കരുത്. പിന്തിച്ചാൽ കുഴപ്പമൊന്നുമില്ല, പിന്തിക്കാതിരിക്കൽ സുന്നത്താണ്. അപ്പോൾ ഒരു പുണ്യം കിട്ടും. അപ്പോൾ ആഗ്രഹത്തിന് സപ്പോർട്ട് ചെയ്യുന്നു അള്ളാഹു. തിന്നാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക എങ്കിൽ ബെല്ലടിച്ചാൽ ഉടനെ കഴിച്ചോളൂ. മനുഷ്യൻ്റെ ജീവിതത്തിന് ആഗ്രഹമുള്ള എല്ലാ കാര്യങ്ങളെയും പുണ്യമാക്കി കൊടുത്ത ഇസ്ലാം, അതിലെല്ലാം നിയന്ത്രണം വേണം, അതിനെല്ലാം നിയന്ത്രണം വേണം. അപ്പം ഏറ്റവും ആഗ്രഹമുള്ള സുഗന്ധം മനുഷ്യന് ഇഷ്ടമാണെങ്കിൽ അത്തർ പുരട്ടൽ സുന്നത്താക്കി. പക്ഷെ എപ്പോഴും പുരട്ടി ജീവിതത്തിൽ അത്തർ പുരട്ടിയ ഒരു ലൈഫ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അള്ളാഹുവിനെ മറക്കാൻ പാടില്ല. അതുകൊണ്ട് റമദാനിൽ ബ്രേക്ക് ചെയ്യുന്നു, ഹജ്ജിന് ഇഹ്റാം കെട്ടിയാൽ ബ്രേക്ക് ചെയ്യുന്നു. അതൊക്കെ പൂർണ്ണമായി മുഅ്തകിഫായി അള്ളാഹുവിലേക്ക് മനുഷ്യൻ ഒരു മലക്കൂത്തിയായ ഹാലിലേക്ക്, ഒരു മലാഖയുടെ സ്വഭാവത്തിലേക്ക് മനുഷ്യനെ മാറ്റിയെടുക്കുന്ന സന്ദർഭങ്ങളാണത്. മലക്ക് അങ്ങനെയാണല്ലോ. മലക്കിൻ്റെ സ്വഭാവമാണ് നോമ്പെന്ന് പറഞ്ഞാൽ. അവർ തിന്നൂല, കുടിക്കൂല, ഭോഗിക്കൂല. ലാ യഅ്കുലൂന വലാ യശ്റബൂന വലാ യതനാകഹൂൻ. ഭക്ഷണപാനീയങ്ങളില്ല, വിവാഹം ഇല്ല മലക്കിന്. ആ മലക്കിൻ്റെ സ്വഭാവത്തിലേക്ക് മനുഷ്യൻ റമദാനിൽ ആയിത്തീരുന്നു. കാരണം മലക്ക് മുഖേനയാണ് ഖുർആൻ്റെ ട്രാൻസ്മിഷൻ നടക്കുന്നത്. നബിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യനാണ്. മനുഷ്യനിലേക്ക് ഈ വിൻഡോസ് 98 നിന്ന് വിൻഡോസ് 2000 കൺവേർട്ട് ചെയ്യണമെങ്കിൽ അതിന് വേറെ ഒരു ഡിവൈസ് വേണം. അതാണ് അള്ളാഹുവിൻ്റെ കലാമ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന മനുഷ്യനിലേക്ക് മാറ്റം വരുത്തുമ്പോൾ, ഒരു ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിനിടയ്ക്കൊരു മലക്ക് വേണം. അപ്പം ഇവിടെയും ഖുർആൻ്റെ വാർഷികമാകുന്ന റമദാൻ, അന്ന് മലക്കിൻ്റെ സ്വഭാവത്തിലേക്ക് മനുഷ്യനെ മാറ്റിയെടുത്തിട്ടാണ് ഖുർആൻ്റെ വാർഷികം ആഘോഷിക്കുന്നത്. നോമ്പുകാരനായിക്കൊണ്ട് ഖുർആൻ പാരായണവും ചെയ്ത് പിന്നെ ഇഅ്തികാഫും ഇരുന്നാൽ നോമ്പ് കഴിയുമ്പോഴേക്ക് മനുഷ്യന് വലിയ മാറ്റങ്ങളുണ്ടാകും. പിന്നെ ചില സ്ഥലത്തൊക്കെ അടിയുണ്ടാകുന്നത് നോമ്പുകാലത്താണ്. അതെന്തുകൊണ്ടാണ്? പിശാചിനെ പിടിച്ചു കെട്ടുന്നത് റമദാനിലല്ലേ. മനുഷ്യന് ചില ഭക്ഷണം ചുരുക്കിയിട്ട് ബോഡി വീക്കാകുന്നതും റമദാനിലല്ലേ. പിന്നെ എന്തുകൊണ്ടാണ് റമദാനിൽ അടിയുണ്ടാകുന്നത്? ഭക്ഷണം വീക്കാക്കിയാൽ മാത്രം പോരാ, വിശക്കുമ്പോഴാണ് ചില ആളുകൾക്ക് വല്ലാതെ ചൂടാവുക.
അതെന്താണെന്ന് പറഞ്ഞാൽ, ഈ എംറ്റിയാകുന്ന മനുഷ്യൻ്റെ ഒഴിവരുന്ന ആമാശയത്തിലും നരമ്പുകളിലും ആ കാലിയായിത്തീരുന്ന സ്ഥലത്തേക്ക് 100 കയറാത്തത് കൊണ്ടാണ്. 100 കയറാതിരിക്കുമ്പോൾ അവിടെ 4 കയറും. 4 പിശാചാണ്, 100 മലക്കൂത്തിയത്താണ്. അപ്പം പ്രകാശം കയറണമെങ്കിൽ നീയത്തുണ്ടാകണം. നീയത്ത് നവൈത്തു സോമഗദിൻ എന്നിങ്ങനെ അത് പറഞ്ഞാൽ നീയത്താകൂല. അപ്പം ആ നീയത്തെന്ന് പറയുന്നത്, ഞാൻ എൻ്റെ യജമാനനായ റബ്ബിന് വേണ്ടി അവൻ പറഞ്ഞ തീരുമാനപ്രകാരം ആ രീതിയിലേക്ക് എൻ്റെ ലൈഫിനെ കൊണ്ടുപോവുകയാണ്. ഇതെൻ്റെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് നിയന്ത്രിക്കാനുള്ള ഒരു പരിശീലനം കൂടിയാണ് എനിക്ക് കോപം പാടില്ല, അസൂയ പാടില്ല. എനിക്ക് മറ്റാരുടെയെങ്കിലും കയ്യിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ കാണുമ്പോൾ അതിനോടൊരു കൊതി തോന്നാൻ പാടില്ല. മറ്റുള്ളവരിൽ നല്ല അനുഗ്രഹങ്ങൾ കാണുമ്പോൾ അതെങ്ങനെയെങ്കിലും നശിക്കട്ടെ എന്നും എൻ്റെ മനസ്സിൽ വരാൻ പാടില്ല. എൻ്റെ പരിധിയിൽപ്പെട്ട ഒരു ജീവിതശൈലിയുണ്ട്, അതിനപ്പുറത്തേക്ക് വലിയ ലൈഫ് സ്റ്റൈൽ വേണമെന്ന അത്യാഗ്രഹവും എനിക്ക് പാടില്ല. ആരെയും നോവിക്കരുത്, ഒരാളെയും ശല്യപ്പെടുത്തരുത്. നിസ്കാരത്തിൻ്റെ സ്വഫിൽ നിൽക്കുമ്പോൾ ഒരാൾക്ക് കൂടി കയറി നിൽക്കാൻ അവസരം കൊടുക്കണം. ആൾ കയറി വരുന്നതിന് കാലകറ്റി വയ്ക്കരുത്. എങ്കിലും മറ്റൊരാളുടെ കാലിൽ ചവിട്ടിപ്പോകരുത്. ഇങ്ങനെ ഒരു സ്വഭാവത്തിൻ്റെ മഹിമ എന്നിൽ ഉണ്ടാകണം എന്നുള്ളൊരു നീയത്ത് ഈ നോമ്പിൻ്റെ നീയത്തിൻ്റെ കൂടെ മനുഷ്യനിൽ ഉണ്ടാകുമ്പോഴാണ് അവന് ഗളബ് വരുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള പരിശീലനം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ പഠിപ്പിച്ചുവല്ലോ, നിന്നെ ആരെങ്കിലും വേണ്ടാത്ത വർത്തമാനം പറഞ്ഞാൽ മറുപടി പറയാൻ പോകരുത്. മറുപടി പറഞ്ഞാൽ അവിടെ മലക്ക് മാറി നിൽക്കും, ശൈത്താൻ ഗോപിക്കും. അപ്പം ശൈത്താനിയത്ത് പുറത്തു വരും. അതുകൊണ്ട് തന്നെ ഇന്നി സ്വായിം എന്ന് നീ എപ്പോഴും ഓർക്കണം. ഇന്നി സ്വായിം, ഞാൻ നോമ്പുകാരനാണ്. ഇതിങ്ങനെ അയാളോട് പറയല്ല വേണ്ടത്. നീ ചീത്ത പറയല്ലേ, അപ്പം ഞാൻ നോമ്പുകാരനാണ്, ഇന്നി സ്വായിം എന്ന് പറയാനല്ല പറഞ്ഞത്. എന്നോടാണ് ഞാൻ പറയേണ്ടത് ഇന്നി സ്വായിം, നോമ്പുകാരനാണല്ലോ, മിണ്ടരുത് എന്ന്. അത് ജീവിതത്തിൽ പിന്നീട് പരിശീലനമായി നോമ്പ് കഴിഞ്ഞാലും ഞാൻ ഒരു നോമ്പുകാരൻ തന്നെയാണ്. നോമ്പെന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ ശരീരത്തെ കൺട്രോൾ ചെയ്യുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. മൗനവ്രതം എന്ന് പറഞ്ഞൊരു വ്രതം ഉണ്ട്, മിണ്ടാതിരിക്കുക. മറിയം ബീവി റളിയല്ലാഹു അൻഹ, മറിയം അലൈഹിസ്സലാം അനുചരിച്ച ഒരു നോമ്പാണത്. ഇന്നി നദർതു ലിർറഹ്മാനി സൗമൻ ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയാ. ഭർത്താവില്ലാതെ ഗർഭം ധരിച്ച മറിയം അലൈഹിസ്സലാമിനെ ഏറ്റവും നല്ല ജീവിതം നയിച്ചൊരു കുടുംബത്തിൽ പിറന്ന ഏറ്റവും നല്ലൊരു മഹദിയായി വളർന്നു വന്ന മറിയം അലൈഹിസ്സലാമിന് അല്ലാഹു തആല അതാ വലിയ അനുഗ്രഹമായും വലിയ പരീക്ഷണമായും ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞയച്ച് ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ഒരൊറ്റ ഊത്തിലൂടെ മറിയം ബീവി ഗർഭിണിയാവുകയാണ്. പിന്നെ എന്തെങ്കിലും വേണോ? ജനങ്ങൾക്കിടയിൽ അപരാധത്തിന് ജനങ്ങൾ പറയാൻ തുടങ്ങി, മറിയം നീ എങ്ങനെയാണ്, നിനക്കെങ്ങനെയാണ് ഇത് സംഭവിച്ചത്? മഖാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയാ. നിന്റെ പിതാവ് മോശക്കാരനായിരുന്നില്ലല്ലോ, നിന്റെ ഉമ്മയും മോശമായൊരു പെണ്ണായിരുന്നില്ലല്ലോ. മറിയമേ, നിനക്കെന്തു പറ്റി? അല്ലാഹു തആല പറയുന്നു, ഇപ്പോൾ ഒരു മറുപടിയും പറയണ്ട, മിണ്ടാതിരുന്നുകൊള്ളൂ. മറിയം ബീവി അലൈഹിസ്സലാം പറയുന്നു, ഇന്നി നദർതു ലിർറഹ്മാനി സൗമൻ ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയാ. ഞാനൊരക്ഷരവും മിണ്ടുകയില്ല, ഞാൻ അള്ളാഹുവിൻ്റെ സൗമ നേർച്ചയാക്കിയിരിക്കുന്നു. കൺട്രോളാണത്. നമുക്കിതൊന്നും മിണ്ടാതിരിക്കാൻ വലിയ പണിയൊന്നുമില്ല എന്ന് 10 മിനിറ്റ് സമയമൊന്നും മിണ്ടാതിരുന്ന് നോക്കൂ, പറയാനിങ്ങനെ മുട്ടിക്കൊണ്ടേയിരിക്കും. അതുപോലെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ കഴിക്കാതിരിക്കുമ്പോൾ ആഗ്രഹം വളരെ കൂടുതൽ ഉണ്ടാകും.
അപ്പം മനുഷ്യനിൽ അല്ലാഹു തആല കൊടുത്തിട്ടുള്ള അനുഗ്രഹങ്ങളെയും അവൻ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളെയും നിയന്ത്രിച്ച് എന്ത് സമയത്തും ഏത് പ്രതിസന്ധിയെയും നേരിടാൻ പറ്റിയ രീതിയാണെന്ന് അവിടെ പ്രഖ്യാപിക്കുന്നു. എന്നാൽ മുഹമ്മദീയ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ള വലിയ അനുഗ്രഹമാണ് ചെറിയ അമലുകൾക്ക് വലിയ കൂലി കൊടുക്കുക എന്നുള്ളത്. ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന ഒരു രാത്രി റമദാനിൽ ഉണ്ട് എന്ന് പറഞ്ഞിങ്ങനെ കൊതിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? റമദാൻ മുഴുവനും മനുഷ്യന് അങ്ങനെ ഒരു ആഗ്രഹം അവൻ്റെ മനസ്സിലുണ്ടാകാൻ വേണ്ടിയാണ്. അല്ലതീ ഹിയ ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തെക്കാളേറെയുള്ള പ്രതിഫലമുള്ള ഒരു രാത്രി നിങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ, എന്തിനാണ് നിങ്ങൾ വിഷമിക്കുന്നത്? അല്ലാഹു തആല ചോദിക്കുകയാണ്. അങ്ങനെയുള്ളൊരു മാസം മാസങ്ങളെക്കാൾ 1000 മാസങ്ങളെക്കാൾ പോരിശയുള്ളൊരു രാത്രി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൂർവകാല സമൂഹത്തിൽ ജീവിച്ച 100 കണക്കിന് വർഷങ്ങൾ ജീവിച്ച് 1000 കൊല്ലം ജീവിച്ച് ജീവിതം മുഴുക്കെ നോമ്പ് നോറ്റ് എല്ലാ രാത്രിയിലും തഹജ്ജുദ് നിസ്കരിച്ച് പകൽ മുഴുവനും സമര ഘോര പ്രവർത്തനങ്ങളിൽ കൊടുമ്പിരി കൊള്ളുന്ന മുജാഹദകളിൽ ഏർപ്പെട്ട വലിയ മനുഷ്യൻ്റെ ചരിത്രം പറയുമ്പോൾ ഈ 60 വയസ്സ് തന്നെ ജീവനില്ലാത്ത, 70 വയസ്സിൻ്റെ ഇടയ്ക്ക് തന്നെ മരിച്ചു പോകുന്ന, ആയുസ് വളരെ ചുരുങ്ങിയ ഞങ്ങൾക്ക് എങ്ങനെ ഇത് നേടാൻ പറ്റും എന്നൊരു ചോദ്യം. അതിനാണ് അല്ലാഹു തആല മറുപടി പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഒന്നിന് 10 ഇരട്ടി കൂലി തന്നിട്ടുണ്ട്. ചിലപ്പോൾ അത് 50 ഇരട്ടിയും 70 ഇരട്ടിയും 700 ഇരട്ടിയും ഒക്കെ ആക്കി തരുന്നുണ്ട്. അതുപോലെ തന്നെ വർഷത്തിൽ നിങ്ങൾക്ക് പല പല സീസണുകളും തന്നിട്ടുണ്ട്. ഏറ്റവും പോരിശയാക്കപ്പെട്ട ഒരു രാത്രി റമദാനിൽ തരുന്നുണ്ട്. ആ ഒരു രാത്രിയെ തേടിക്കൊണ്ട് 30 രാത്രിയും നീ ഇബാദത്ത് ചെയ്താൽ നിനക്ക് 30 രാത്രിയും ലൈലത്തുൽ ഖദ്ർ തന്നെയാണ്. 30 രാത്രിയിലും ലൈലത്തുൽ ഖദ്റിൻ്റെ കൂലി കിട്ടും. അത് കിട്ടണമെങ്കിൽ 30 രാത്രിയിലും നിൽക്കണം. ഒരു രാത്രിയിൽ മാത്രം ഹയാത്താക്കിയാൽ അവന് ലൈലത്തുൽ ഖദ്ർ കിട്ടുകയില്ല. ഭാഗ്യത്തിന് അയാൾ ലൈലത്തുൽ ഖദ്റിൻ്റെ അന്ന് മാത്രം നിസ്കാരത്തിന് പോയി, അന്നാണ് ലൈലത്തുൽ ഖദ്ർ പറ്റിയത്, അയാൾക്ക് ആ കൂലി കിട്ടൂല. എല്ലാ ദിവസവും തേടി നിന്ന ആൾക്ക് മാത്രമേ ലൈലത്തുൽ ഖദ്റിൻ്റെ കൂലി ലഭിക്കുകയുള്ളൂ. അത് അല്ലാഹു തആല വെച്ചിട്ടുള്ള ഒരു മോട്ടിവേഷൻ, ഒരു പ്രേരകം മാത്രമാണ് യഥാർത്ഥത്തിൽ അത്. അതുകൊണ്ടാണ് ആ ഡേറ്റ് പറയാത്തതും. ഡേറ്റ് പറഞ്ഞിട്ട് അന്ന് മാത്രം പോയവർക്ക് ഒരിക്കലും ലൈലത്തുൽ ഖദ്റിൻ്റെ പ്രതിഫലം ലഭിക്കുകയില്ല. അങ്ങനെയുള്ള രാത്രികളും പകലുകളും എല്ലാം തന്നു. എങ്കിലും ഈ ഒരു സീസണാണല്ലോ നഷ്ടപ്പെടുന്നത്. ഇനി അങ്ങോട്ട് വരാനുള്ളത് ഭക്ഷണത്തിൻ്റെ ദിവസങ്ങളാണല്ലോ. നേരം വെളുത്തതോട് തീറ്റി തുടങ്ങണം, എന്തൊരു കഷ്ടമാണ് എന്നൊരു ദുഃഖമാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. ഇനി അങ്ങോട്ട് ദിവസം 2-3 പ്രാവശ്യം ഇങ്ങനെ ഉജീനത്തിനിരിക്കണം. അപ്പോൾ ആ ദുഃഖമാണ് വിട പറയുമ്പോൾ അസ്സലാമു അലൈക യാ ഷഹർ റമളാൻ, ഇനി എനിക്ക് ഈ ഒരു കഷ്ടപ്പാടില്ലാത്ത ദിവസം വരില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുന്നു, 3 ദിവസമെങ്കിലും നിങ്ങൾ മാസത്തിൽ നോമ്പ് നോറ്റോളൂ, എങ്കിൽ നിങ്ങൾക്ക് ഹാപ്പിനെസ്സിൻ്റെ ദിവസങ്ങൾ ഉണ്ടാകും. എല്ലാ വ്യാഴാഴ്ചയും നോമ്പ് നോൽക്കാം, എല്ലാ തിങ്കളാഴ്ചയും നോമ്പ് നോൽക്കാം. അതൊക്കെ സുന്നത്തുള്ള ദിവസങ്ങളാണ്. ഒന്നും കഴിഞ്ഞില്ലെങ്കിൽ മാസത്തിലൊരു 3 ദിവസമെങ്കിലും നോമ്പ് നോറ്റോ, 1-ന് 10 കിട്ടും. അപ്പോൾ ഒരു മാസം മുഴുവൻ നോമ്പ് നോറ്റ് പോലെയാകും. അങ്ങനെയായാൽ വർഷം മുഴുവനും നിനക്ക് ഈ സന്തോഷം വരും. ചിലർക്ക് ഭക്ഷണത്തോട് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സൗമ ദാവൂദ് അലൈഹിസ്സലാമിൻ്റെ നോമ്പ് നോറ്റ്, ഒരു ദിവസം നോമ്പ് നോൽക്കുക, പിറ്റേന്ന് ഒഴിവാക്കുക. അങ്ങനെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നോമ്പ് നോറ്റോ, എന്നാൽ ഈ ഭക്ഷണം കഴിക്കുക എന്ന കഷ്ടപ്പാടിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അപ്പോൾ റമദാൻ അവസാനിക്കുമ്പോൾ റബ്ബേ ഞങ്ങൾക്ക് ചൊരിഞ്ഞു തന്ന ആത്മീയവും ഭൗതികവുമായ ഈ സുഖങ്ങൾ, ഈ സന്തോഷങ്ങൾ പടച്ചവനെ അവസാനിക്കുകയാണല്ലോ, അവസാനിക്കരുതല്ലാ. ഇനിയും റമദാനെ സ്വീകരിക്കാൻ എനിക്ക് അവസരം ഉണ്ടാകണം അല്ലാ, ഇനിയും ഒരവസരം എനിക്ക് തരണം അല്ലാ
എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ വെച്ച് ദുആ ചെയ്ത്, ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്ത് തങ്ങളെ കൊണ്ട് ആമീൻ പറയിച്ചതാണ്. റമദാൻ മാസം വന്നിട്ട് അനുഗ്രഹം തേടാതെ പോയ മനുഷ്യൻ്റെ പേരിൽ ലഅനത്തുണ്ടാകട്ടെ, തങ്ങൾ ആമീൻ പറയണം എന്ന് പറഞ്ഞ് നബി തങ്ങൾ മിമ്പറിൽ നിന്ന് ആമീൻ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയെങ്കിൽ വീണ്ടെടുക്കുക അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ.